ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ചെറിയൊരു സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ സ്ഥാപനത്തില് പാട്ട് പാടുമ്പോ അത് കൃത്യമായിട്ട് കേൾക്കുന്നില്ല എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. സംഭവം ശരിയാണ്. നമ്മൾ ഉള്ളത് നിലവിലെ ഒരു പ്രൊഫഷണൽ JBL ഒരു സൗണ്ട് സിസ്റ്റം ആയിരുന്നു. പക്ഷെ അത് കൂടുതൽ ആളുകൾ കടന്നു വരുന്നതുകൊണ്ട് ക്രൗഡ് കൂടിയതുകൊണ്ട് നമുക്ക് അത് അത്രയും പവർഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പൊ അതിനെ നമ്മൾ മറികടക്കാൻ നമ്മൾ ഇന്നൊരു പുതിയൊരു സൗണ്ട് സിസ്റ്റം മേടിച്ചിട്ടുണ്ട്. അതിന്റെ വളരെ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പൊ അത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കത് സാധിച്ചത്. അപ്പോ ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു സൗണ്ട് സിസ്റ്റം അൺബോക്സിംഗ് ചെയ്യുന്ന ഒരു സന്തോഷ നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ മുതല്. അപ്പൊ ഇതിനെ നേരെ എടുത്തിട്ട് നമ്മുടെ മേശയിലേക്ക് എടുത്തു വെച്ചിട്ട് അൺബോക്സ് ചെയ്യാൻ പോകണം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള ഒരു നിമിഷമാണ്. അപ്പൊ അത് ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യണു, നിങ്ങളെ അതിലേക്ക് നിങ്ങളുമായി പങ്കുവെക്കുന്നു. അപ്പൊ നമുക്ക് ഈ മുതലിനെ നേരെ എടുത്തിട്ട് മേശപ്പുറത്തെടുത്ത് വയ്ക്കാം. ഒന്ന് നേരെ എടുത്താലോ? വാ, അത്യാവശ്യം നല്ല കലുണ്ട്, നല്ല വെയിറ്റ്. അപ്പൊ നമ്മൾ നേരെ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു നല്ലൊരു കവറോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മള് മോളിൽ നിന്നാണ് അതിന് ഓപ്പൺ ചെയ്യണത്. അത്യാവശ്യം വലിയൊരു ബോക്സില് കവർ ചെയ്ത് തന്നെ വന്നിരിക്കുന്നത്. നല്ല വെയിറ്റ് ഉണ്ട് സംഭവം. അപ്പോ ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര സന്തോഷത്തിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് ഒരു ചെറിയൊരു അച്ചീവ്മെന്റ്, വലിയൊരു നേട്ടമായിട്ട് നമ്മൾ അതിന് കാണുന്നത്. അതാ ഫീല് ഭയങ്കരമാണ് സുഹൃത്തുക്കളെ. അതാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു സിമെന്റ് ചാക്ക് പോലത്തെ ചാക്കിലാണ് അവർ കവർ ചെയ്ത് വന്നിരിക്കുന്നത്. കാരണം അത് അവര് ചെയ്യാനുള്ള ഇത് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല പാക്കിംഗ് ആണ്, വലിയ കുഴപ്പമില്ല. അതിന്റെ ഫസ്റ്റ് പാക്കിംഗ് ഉണ്ടാവും. പിന്നെ നേരെ ബോക്സിലേക്ക് കടന്നു. നമ്മൾ മുതലിനൊന്ന് നേരെ എടുത്തു വെച്ചു. ഇതാണ് സംഭവം. ഇത് ഈ കത്തി കൊണ്ട് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ പോകണം. നല്ല പാക്കിംഗ് ആണ്, വലിയ കുഴപ്പമില്ല. സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവര്. ഇതിന്റെ മുകളിൽ എന്തോ ഒരു റിബേറ്റ് പോലെ ഉണ്ട്. അത് നമ്മളിങ്ങനെ ഒരു പ്ലയർ വെച്ച്, ചെറിയൊരു പ്ലയർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തുട്ടാ. ഞാൻ അടർത്തി എടുത്തു. ഇതും രണ്ടെണ്ണം ഉണ്ടാവും. ഒരു പാക്കിങ് നല്ല പാക്കിംഗ് ആണ്, കുഴപ്പമില്ല. അപ്പൊ അത് രണ്ടും ഓപ്പൺ ആക്കി. ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് ഭയങ്കര ക്ഷമ കുറവുള്ള ആള്. ഞാനിത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്നല്ല ഞാനത് എന്താക്കും, അത് പല ബോക്സുകളും ചിലപ്പോൾ നാശാവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്ഷമ കുറവ്. പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യണം, അങ്ങനത്തെ ഒരു മനുഷ്യന്. അപ്പൊ ഇതൊക്കെ മാറ്റി. ഇതിനുള്ളിൽ മറ്റൊരു ബോക്സ് ഉണ്ട്. എളുപ്പമല്ല, കാരണം നല്ല ഭാരമുണ്ട്. കാരണം ഇത് ഇങ്ങനെ തന്നെ നിർത്തിയിട്ട് ഇതിനുള്ളിലത്തെ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഉള്ളിലെ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പോകുന്നുണ്ടോ? ജീവിതത്തില് ഒരു ചെറിയ സന്തോഷമുണ്ട് സുഹൃത്തുക്കള്. അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ
വയർ കിറ്റുകൾ, ബാറ്ററി, അതുപോലെ റിമോട്ട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ഇതാണ് അതിന്റെ ഇത് സാധാരണ നമ്മള് വീണ് കഴിഞ്ഞ ഡാമേജ് ആവാണ്ടിരിക്കാനുള്ള ധർമ്മകൂളും കാര്യങ്ങളത്. അതോടൊപ്പം തന്നെ ഞാൻ താഴ്ത്തി ഇറങ്ങാം. അയ്യോ, ഗംഭീരം. നല്ലൊരു മൊബൈൽ, നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു നല്ലൊരു ചെറിയ സൗണ്ട് സിസ്റ്റം. ഇനി ഇത് സൗണ്ട് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം, അത് നമുക്ക് വഴിയെ ചെയ്യാം. ഇതെന്തായാലും അൺബോക്സിങ് കഴിഞ്ഞു നമ്മള്. ഇതാണ് നമ്മുടെ സിസ്റ്റം. ഇതിന്റെ ബാക്കില് ഓൾറെഡി നമുക്ക് നിലവില് 1, 2 മൈക്കിനുള്ള വോളിയത്തിന്റെ ബട്ടൺ ഉണ്ട്, എക്കോ ബട്ടൺ വരുന്നുണ്ട്, ബാസ്, ട്രബിള്, അതുപോലെ മാസ്റ്ററിന്റെ ഇത് വരുന്നുണ്ട്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ പഠിക്കാം. 1, 2 മൈക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പ്രീ ഔട്ട്, അതുപോലെ പവർ സപ്ലൈയുടെ നല്ല റേറ്റിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോ അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതിന്റെ പിന്നിലായിട്ട് നമ്മള് ചെറിയൊരു ഡിസ്പ്ലേ കാണിക്കുന്നുണ്ട്, അതുപോലെ USB ഒരു പിന്ന് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ SD കാർഡിനുള്ള സ്പേസ് ഉണ്ട്, 2 ഏരിയയിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 മൈക്ക് ഉപയോഗിക്കാം. എക്കോക്ക് ഒരു ഇത് വരുന്നുണ്ട്, നോബിൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാസ്, ട്രബിള്, മാസ്റ്റർ അങ്ങനെയുള്ളതിന് എല്ലാത്തിനും വോളിയം കൺട്രോളുകൾ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുഴപ്പമില്ല, അത്യാവശ്യം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ ട്രോളി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ എത്രയും മണിക്കൂർ ഇത് ചാർജ് നിൽക്കുന്നതാണ് അവർ അവകാശപ്പെടുന്നത്. നമുക്ക് നോക്കി നോക്കാം. പിന്നെ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി അടുത്തതായി നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കിയാലോ എന്താ അവസ്ഥ നോക്കാം. വാ, ഇതിന്റെ പവർ സ്വിച്ച് ഇവിടെ വരുന്നത്, ഞാനത് ഓണാക്കി. അപ്പോൾ ഡിസ്പ്ലേ കത്തിയതുപോലെ തന്നെ ഒരു ചെറിയ ശബ്ദമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ബ്ലൂടൂത്തിലൊന്ന് വെച്ച് നോക്കാം. ബ്ലൂടൂത്ത് മോഡ് എവിടെയാണോ നോക്കട്ടെ. മോഡ് ബ്ലൂടൂത്ത് മോഡ് അതിന്റെ. അപ്പൊ നമുക്ക് ബ്ലൂടൂത്ത് ഒന്ന് ഓൺ ആക്കട്ടെ കേട്ടോ. അടുത്തതായി നമ്മള് ബ്ലൂടൂത്ത് മോഡിലേക്ക് ഇട്ടുണ്ട്. അപ്പൊ ബ്ലൂടൂത്ത് നമ്മളൊന്ന് ഫോണിലൊന്ന് സ്കാൻ ചെയ്യണം. BTA 660M എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ കോഡ് കാണിക്കുന്നത്. അപ്പൊ ഇത് നമുക്കൊന്ന് ഈ പറഞ്ഞ നമ്മുടെ മൊബൈലിൽ നിന്ന് പെയർ ചെയ്ത് കൊടുക്കാം. പെയർ ചെയ്തു. ബ്ലൂടൂത്ത് കണക്ട് ആയിട്ട് ഓൾറെഡി. ഇനി അടുത്തത് നമുക്കതില് പാട്ട് വെച്ച് നോക്കാം. ബ്ലൂടൂത്ത് ഇപ്പോൾ ഓൾറെഡി കണക്റ്റഡ് ആയിട്ട് ഇനി ഇതിൽ പാട്ട് വെച്ച് നോക്കാം. അപ്പൊ അതിന്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഒരു നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യാം. സൗണ്ട് സുഹൃത്തുക്കളെ, അപ്പോ സൗണ്ട് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, അതിന്റെ ഫീച്ചറുകളൊക്കെ നമ്മൾ നോക്കി. അപ്പൊ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ വളരെ നല്ലൊരു സൗണ്ട് സിസ്റ്റം, മ്യൂസിക് സിസ്റ്റം ആയിട്ട് നമുക്ക് തോന്നി. ഇനി അടുത്ത ഇതിൽ നമുക്ക് കോഡ്ലെസ് മൈക്കുകൾ പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ അതൊന്ന് പരിശോധിക്കാം. ഇതിന്റെ ബാക്ക് വശത്താണ്, ആ സ്പേസിലാണ് കോഡ്ലെസ് മൈക്കുകൾ ഉള്ളത്. നമുക്കൊന്ന് നേരെ കാണാം. ഇവിടെ ഒരു തുറക്കണ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പൊ ഇതില് 2 കോഡ്ലെസ് മൈക്കുകൾ വരുന്നുണ്ട്. ബഹുജര ബ്രാൻഡിൽ തന്നെ 2 കോഡ്ലെസ് മൈക്കുകൾ.
ഈ 2 മൈക്കുകളാണ് വരുന്നത്. അത്യാവശ്യം 2 പേർക്ക് ഡ്യൂറ്റ് പാടാൻ പറ്റിയ മൈക്ക. അപ്പൊ നമുക്ക് ബാറ്ററി ഇട്ടിട്ടൊന്ന് ചെക്ക് ചെയ്യാം അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്. അപ്പൊ ഇതിലേക്ക് അവര് ബാറ്ററി തന്നിട്ടുണ്ട്. ഇതില് ഓൾറെഡി ഉള്ളത് 2 ടയർ ബാറ്ററി ഉണ്ട്, അതുപോലെ ഒരു റിമോട്ട് ഉണ്ട്. നമുക്ക് ബാറ്ററി നിട്ട് നോക്കാം ഇത്. അപ്പൊ നമ്മള് ബാറ്ററി ഓപ്പൺ ചെയ്യണം. ബാറ്ററി ഓപ്പൺ ചെയ്തിട്ട് രണ്ട് ടയർ ബാറ്ററി ഉണ്ട് ഇതിൽ ഓൾറെഡി. ഇവിടെ ബാക്കിൽ ഈ മൈക്കിന്റെ തുറക്കുക. ഇതെല്ലാവരും നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിരിക്കും. ഞാനിതിന് പ്രത്യേകിച്ച് ഇതിന് എക്സ്പ്ലനേഷൻ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അതാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഓൾറെഡി ബാറ്ററി ഇട്ടു. അതുപോലെ തന്നെ ഈ മൈക്കിൽ നമ്മൾ ബാറ്ററി ഇട്ടു. ഇതൊന്ന് അടച്ചു വയ്ക്കാം. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഹലോ, ഹലോ 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 ഹലോ. 2 മൈക്കിനും 2 വിളിക്കാം. ഒന്നും നോക്കാതെ. ഹലോ 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 ഹലോ. മൈക്ക് 2 പത്തിയൻസ് കൊടുക്കുന്നത് ഗംഭീരം. എന്തായാലും ഇത് വെച്ചിട്ടായിരിക്കും നമ്മളിനി നമ്മുടെ പാട്ട് ഗ്രൂപ്പ് വളരെ നല്ല രീതിയിൽ പാട്ടുകൾ പാടാൻ പോകുന്നത്. എല്ലാവരും പിന്തുണയും സപ്പോർട്ടും എന്നും നമുക്കുണ്ടായിരിക്കണം. കോമളമപ്പാണികൾ തഴുകുമെൻ കൈകളും തരളിതമായി സഖി തമ്പൂരു കുളിച്ചൂടിയു തളിരങ്കുലി തൊടുമ്പോ. സുഹൃത്തുക്കളെ, ഇതൊക്കെ ഒരു സന്തോഷം കൊണ്ട് ചെയ്യുന്നുണ്ടാവും. കാരണം ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ റിയാലിറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സന്തോഷം, അത് എന്റെ വേണ്ടപ്പെട്ട പ്രിയ സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ ഷെയർ ചെയ്ത ഒരു സന്തോഷമാണ്. ഇത്രയും നേരം എന്നെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നന്ദി. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.